ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. ഒപ്പം സമ്പൽ സമൃദ്ധിയാർന്ന ഒരു ഇയർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു. അങ്ങനെ ഇത്തവണത്തെ വിഷു ഞങ്ങൾ ഷിജിയാൻ്റിയുടെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഷിജിയാൻ്റി മമ്മിയുടെ സിസ്റ്ററാണ്. സോ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വീക്കെൻഡിന് വന്നതാണ്. അപ്പോൾ ഷിജിയാൻ്റി പറഞ്ഞു നമുക്ക് ഈ തവണ വിഷു ഇവിടെ ആക്കാമെന്ന്. സോ ഇത് ഷിജിയാൻ്റിയുടെ പാറ്റിയോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മിക്ക് തരുമോ തേന കാണിക്കൊന്ന നിങ്ങളുടെ വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? പായസം വരുന്ന എവിടെ നിന്നാണ് ആദ്യം വരുന്നത് ഞങ്ങൾ നോക്കിയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമുക്ക് പായസം നമ്മൾ ഈ പെസ ആകുമ്പോൾ അപ്പം കൊണ്ടേ കൊടുക്കും. ക്രിസ്മസിന് കേക്കും കൊടുക്കും. അങ്ങനെ അപ്പൊ നിങ്ങൾ കണിയൊക്കെ കാണാൻ പോവാറുണ്ടോ ഇവരുടെ വീട്ടില്? കണി കണ്ടത് വൈകുന്നേരം അവരുടെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ അവര് സാധനം തന്നിട്ട് പാത്രം കൊണ്ടേ കൊടുക്കാൻ പോകില്ലേ, അപ്പൊ ഞങ്ങൾ അവരുടെ കണി കാണാം. നമ്മുടെ കണി ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ ഈ വിഷുവിന്റെ എന്നൊക്കെ നമ്മുടെ ഈ നാള് നോക്കിയവര് നമ്മളെ 1-ാം തീയതി വീട്ടിൽ കയറ്റാൻ വിളിക്കുമായിരുന്നേ. എന്നെ അടുത്ത വീട്ടിലെ ഒരു പുള്ളിക്കാരി എന്റെ നാളെന്നാന്ന് ചോദിച്ചിട്ട് രാവിലെ 1-ാം തീയതി വരാവോന്ന് ചോദിച്ചു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആ നാളുകാർ അവരുടെ വീട്ടിൽ കയറി അവർക്ക് ഐശ്വര്യാന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസം, അവരുടെ വിശ്വാസമാണ് അതൊക്കെ. എന്നെ അവര് വിളിച്ചിട്ട് നമ്മൾ അപ്പൊ ഷിജിയാൻ്റിയുടെ നാളെന്താ? നാള് ചോദിച്ചു. ഇനി ഞങ്ങള് വിഷു ആകുമ്പോ ആ ഓർമ്മ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങള് എല്ലാ വിഷു ഓണം ഞങ്ങൾ ആഘോഷിക്കും. പിന്നെ ഞങ്ങൾ ഗാനം ചെയ്യും. അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹിന്ദുസ് ഉണ്ട്. ഇഷ്ടംപോലെ സാധനം എടുത്തിട്ട് ഞങ്ങൾ 2 ദിവസത്തേക്കൊന്നും വയ്ക്കില്ല. കറികളും ഒക്കെ കിട്ടും, പായസം അല്ലാണ്ട്. പായസം കിട്ടും. ഞങ്ങളെ വിളിക്കില്ല, ഞങ്ങളങ്ങ് പോവാണ്. പിന്നെ അടുത്ത വീട്ടുകാരെ ചിലപ്പോ ഉണ്ണാനും വിളിക്കേ. അക്കൂടെയൊക്കെ ഞാൻ പോയിരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ഓർമ്മയല്ലേ അതെല്ലാം? നല്ല ഓർമ്മ അവരുടെ. നല്ല ഒരു വിഷുവാണ്. എല്ലാ വർഷവും നല്ല എന്തേലുമൊക്കെ നല്ല ഓർമ്മകളായിട്ടാണ് ഇത്രയും വർഷവും നമ്മുടെ വിഷു കടന്നു പോയത്. ഇതിപ്പോ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഷിജിയാൻ്റി. എന്താ ഭയങ്കര അവളുടെ പാവാടിയും ബ്ലൗസും ആയിട്ട് നല്ല മാച്ചും ഉണ്ട് അല്ലേ? അതെ അതെ, നല്ല രസമുണ്ട്. എന്താടാ? സോ അങ്ങനെ ഷിജിയാൻ്റിയും മമ്മിയും അവരുടെ കുട്ടിക്കാലത്തെ വിഷു മെമ്മറീസ് നമ്മളായിട്ട് ഷെയർ ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു അവരതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനായിട്ട്. നല്ല മഴയായി. അങ്ങനെ ഒരു വിഷു 2025 അടിപൊളി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഴ നല്ല ഹെവി ആയിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ഒക്കെ പിന്നെ നിർത്തി വെച്ച് നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തേനു ഫുൾ ഓണായി. ഇപ്പോൾ റോയങ്കിൾ അവളെ കളിപ്പിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. റോയങ്കിൾക്കും ഷിജിയാൻ്റിക്കും 3 പെൺകുട്ടികളാണ് ഉള്ളത്, ഞങ്ങളെപ്പോലെ തന്നെ. ആൻഡ് അച്ചു വാവ. സോ അവർ ഞങ്ങളുടെ ഒപ്പം കാനഡയിലുണ്ടായിരുന്നു. സോ അച്ചു ആൻഡ് വാവ ഞങ്ങളെ ഒത്തിരി 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 മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ബട്ട് എന്താണെങ്കിലും നിങ്ങളെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഒരു ഹാപ്പി 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 വിഷു. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇത് നമ്മുടെ വിഷു സദ്യ. ആൻഡ് കെൻ യു ബിലീവ് എവറിത്തിങ് ഇസ് ഹോം മെയ്ഡ്. സോ എൻ്റെ വീട്ടിൽ എറണാകുളത്തൊക്കെ എൻ്റെ വീട്ടിലൊന്നും എല്ലാം ഉണ്ടാക്കും, പക്ഷേ എല്ലാ കറികളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. നമ്മൾ കൂടുതലും വാങ്ങിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് പണ്ട് തൊട്ടേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് എല്ലാ കറികളും മമ്മി ഷിജിയാൻ്റിയും കൂടി ആയിട്ട് ഉണ്ടാക്കിയത്. നോട്ട് ഈവൻ 1 കറി നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതല്ല. അപ്പോൾ അവരുടെ ഫുൾ ഹാർഡ് വർക്ക് ഉണ്ട്. ആൻഡ് എവറിത്തിങ് ലൈക്ക് എനിക്കൊരു ഓണത്തിനെക്കാട്ടിലും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാ കറികളും കൂട്ടുകറികളായിക്കോട്ടെ, കാളൻ, ഓലൻ, എനിക്ക് എല്ലാ കറികളുടെയും പേരറിയില്ല, പക്ഷേ ഒത്തിരി 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 വെറൈറ്റീസ് ഓഫ് കറികളുണ്ടായിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് സോ ഡെലീഷ്യസ്. എല്ലാത്തിനും നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ മമ്മി ഒരു സ്പെഷ്യൽ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷിജിയാൻ്റി ഓൾസോ ഒരു പായസം ഉണ്ടാക്കി. നമ്മൾ ഇത്തവണ സദ്യക്ക് നമ്മൾ
പാലട പ്രഥമൻ പായസമാണ് ഉണ്ടാക്കിയത്. ഒരു അരിപ്പായസവും പിന്നെ ഒരു പാലട പ്രഥമൻ ഉണ്ടാക്കി. അപ്പോൾ മമ്മി പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മതി ആ പായസം ഉണ്ടാക്കാൻ. വെരി സിമ്പിൾ പായസമാണ്. എൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അത് കാണിക്കാം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. കുക്കറിൽ ചെയ്യുന്ന ഒരു പായസമാണ്. ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ്. ഹലോ എങ്ങോട്ടാ എങ്ങോട്ടാ? അങ്ങനെ നമ്മുടെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു. സോ ഇനി നമ്മൾ തേനൂനെ ഇരുത്തി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ആദ്യമേ അവളെ ഇരുത്തി കഴിഞ്ഞാൽ ആരും നമ്മൾ കഴിക്കില്ല, നമ്മളാരും അവിടെ ഇരുന്ന് കഴിക്കില്ല. ഞാൻ ഓൾറെഡി വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ തേനൂനെ കഴിപ്പിക്കാൻ പോവുകയാണ്. അവൾ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ലെന്ന് എനിക്കറിയാം. സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ കഴിപ്പ്. കുറച്ച് നേരം പപ്പടം പിടിച്ചിരിക്കും, അത് കഴിഞ്ഞ് ചോറ് 2-3 വെറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മെസ്സാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചു എന്ന് വരുത്തി തീർക്കും. സോ മമ്മി ഇപ്പോൾ അവളെ ഫീഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൾ പപ്പടത്തിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളെ ഞാൻ ആക്ച്വലി അവൾക്ക് പപ്പടം കൊടുത്തിട്ട്. സോ ഇപ്പോൾ സദ്യയുടെ പപ്പടമാണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവൾ പപ്പടം കഴിക്കുന്നത്. പപ്പടം എപ്പോഴും കൊടുക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് പപ്പടം കൊടുക്കലിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇത്തവണ അവൾക്ക് ഭയങ്കര സന്തോഷമായി. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷു സദ്യയുടെ ഗ്ലിംസസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കഴിക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഓൺ ലേറ്റർ സ്റ്റേജ് ഞാൻ കഴിക്കാൻ വിചാരിച്ചു. ഇനി ഇതിപ്പോൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഈ സദ്യയിൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് മടക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ സൈഡിലേക്ക് മടക്കണം, അങ്ങനെ എന്തൊക്കെയോ ഒരു റൂളുണ്ട്. സോ നമ്മൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഐ തിങ്ക് ദാറ്റ് നമ്മളുടെ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ സൈഡിലേക്ക് ഇല മടക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഫ്രണ്ട് പാർട്ട് മടക്കി വയ്ക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു, നമുക്ക് സദ്യ ഇഷ്ടമായി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ സദ്യ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സദ്യ അതിഗംഭീരമായിരുന്നു. ഞാൻ സദ്യനെ പറ്റി തന്നെയാണ് ഈ വീഡിയോ മൊത്തം പറയുന്നത്, ബിക്കോസ് അത്ര അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാണ് മമ്മി ഉണ്ടാക്കിയ പായസം. ഞാൻ എപ്പോഴെങ്കിലും ഈ പായസത്തിൻ്റെ ഈസി റെസിപ്പി പായസം എപ്പോഴെങ്കിലും കാണിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് റോയങ്കിൾ തേനൂനൊരു കണിയൊക്കെ കൊടുത്തതാണ്. വിഷു കൈനീട്ടം, കണിയല്ല, വിഷു കൈനീട്ടം. ഡോണ്ട മോത്താണ് അതിലും വലിയ സന്തോഷം. സോ ഇതൊക്കെയാണ് ഇത്തവണത്തെ വിഷു. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.